നല്ലൊരു ശനിയാഴ്ചയായിരുന്നു. രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി. രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ബോട്ടത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ്. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് നോക്കും വണ്ടി മുമ്പോട്ട് പോകുന്നില്ല. അപ്പോഴെന്തൊരു പന്തികേട് തോന്നി. വേഗം ഞാൻ സൈഡാക്കി. അപ്പോൾ റൗണ്ട് ബോട്ട് ആയതുകൊണ്ട് തന്നെ മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി മാക്സിമം സൈഡാക്കി ഒരു റോഡിൻ്റെ സൈഡിലേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് ഞാൻ ഇൻഷുറൻസിന് വിളിച്ച് നോക്കി. സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇൻഷുറൻസിന് വിളിച്ചാൽ അവർ വണ്ടി വിട്ടിട്ട് നമ്മുടെ വണ്ടി ടോ ചെയ്തിട്ട് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന വർക്ക്ഷോപ്പ് ഷാർജയിലാണ് ഉണ്ടായിരുന്നത്. കാരണം അവിടെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്, പരിചയമുള്ള സ്ഥലമാണ്. അപ്പം പരിചയമുള്ള സ്ഥലത്ത് കാണിക്കാൻ വേണ്ടി ഷാർജയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി അവരങ്ങോട്ട് കൊണ്ടുപോകില്ല. ദുബായ് ടു ദുബായ് മാത്രമേ ഉള്ളൂ അവരുടെ അസിസ്റ്റൻസ്, മറ്റ് സിറ്റിയിലേക്ക് കൊണ്ടുപോകില്ല. ഇൻഷുറൻസിൽ ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്നൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓൺ ദ വേ ആണ്, അവർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 1/4 മണിക്കൂർ കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പിക്കപ്പ് എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 1/2 മണിക്കൂറായപ്പോൾ എന്നെ ആൾ വിളിച്ചായിരുന്നു. എന്നോട് ചോദിച്ചു അവിടെ തന്നെ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കൊരു പേടി ഞാൻ വേറെ പിക്കപ്പ് വിളിച്ച് പോകുമെന്ന്. അപ്പോൾ പറഞ്ഞിങ്ങനെ വരും. ഞാനിപ്പോൾ എത്താറായി, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്ന് എന്നോട് പറഞ്ഞു. വേറെ വിളിച്ച് പോകരുത് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്നൊരാൾ വന്നു. ആദ്യം ഞാൻ വിചാരിച്ച വണ്ടി സ്റ്റാർട്ടാവില്ല, ഇതിൻ്റെ ആ റോപ്പ് വെച്ച് വലിച്ചു കയറ്റണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ആൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഓടിച്ച് അതിൻ്റെ മുകളിലേക്ക് കയറ്റി. പിന്നെ ഫ്രണ്ടിലെ ടയർ ടൈ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഷാർജയ്ക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റായി, എല്ലാം കെട്ടി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഷാർജയ്ക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഗാരേജ് കേട്ടോ. ഗാരേജ് കണ്ട ഒരു പഴയ ഗാരേജാണ്. പക്ഷേ അവിടെയുള്ള ആളെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ തന്നെ കൊണ്ടതാണ്. ഷാർജേൻ്റെ കുറച്ചുള്ളിലേക്കാണുള്ളത്, ഇൻഡസ്ട്രിയൽ ഏരിയയിലാണുള്ളത്. അവിടെ കുറേ വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം പാകിസ്ഥാനികളും ഇതെല്ലാം അവിടെ തന്നെ കൊണ്ടിരുന്നത്, ആളുടെ തന്നെ കൊണ്ടിരുന്നത്. നല്ല ഇതാണ്, നല്ല വൃത്തിയായിട്ട് പണി ചെയ്ത് തരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. വേറെ ഏതോ വണ്ടീൻ്റെ എൻജിൻ കംപ്ലീറ്റ് ഔട്ട്, എല്ലാം പുറത്തെടുത്ത് വെച്ച് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ചൂടായിട്ട് അതിൻ്റെ എൻജിൻ്റെ ഗാസ്കറ്റ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഊരിയിട്ട് ഫുള്ള് മാറ്റണം. പിന്നെ ചെറിയ വേറെ കുറച്ച് കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയറാക്കി 2 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നിപ്പോൾ ശനിയാഴ്ച, തിങ്കളാഴ്ചത്തേക്ക് വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും അതുവരെ വെയിറ്റ് ചെയ്യാം.